പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിങ്ങിൻ്റെ 1ാം ഭാഗമാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിങ്ങിൻ്റെ മീനിങ്ങിനെ കുറിച്ച് ആദ്യം നോക്കാം. ഡയറക്റ്റിംഗ് മീൻസ് giving instructions and guiding people in doing work. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകലുമാണ് ഡയറക്റ്റിംഗ് അഥവാ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ to achieve its objectives. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നിർദ്ദേശങ്ങൾ നൽകലും, ഗൈഡൻസ് നൽകലും, കൗൺസിലിംഗ് നൽകലും, ജീവനക്കാരെ പ്രചോദിപ്പിക്കലും, അവർക്ക് വേണ്ട നേതൃത്വം നൽകലും ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ നേടുക എന്നുള്ള ഒറ്റൊരു കാര്യത്തിലേക്കാണ് നിർവഹിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകലും, അവരെ ഗൈഡ് ചെയ്ത് കൗൺസിലിംഗ് നടത്തലും, അതോടൊപ്പം തന്നെ പ്രചോദിപ്പിച്ച് വേണ്ട നേതൃത്വം നൽകലുമാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ. ഡയറക്റ്റിന് നിർവചനം ശ്രദ്ധിക്കുക. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിങ്ങിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ ഒന്നാമത്തത് ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നു എന്നത് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമതായി, ഡയറക്റ്റിംഗ് ഈസ് എ പെർവസീവ് ഫങ്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും നിർവഹിക്കപ്പെടുന്ന ഒരു കർത്തവ്യമാണ് ഡയറക്റ്റിംഗ്. ഇറ്റ് ടേക്സ് പ്ലേസ് വെറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്സ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ഡയറക്റ്റിംഗ് അനിവാര്യമാണ്. മൂന്നാമത്തെ പ്രത്യേകത കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നുള്ളതാണ്. ഡയറക്റ്റിംഗ് ഒരു തുടർ പ്രക്രിയയാണ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. നിരന്തരം നിർവഹിക്കപ്പെടേണ്ട ഒരു കർത്തവ്യമാണ് ഡയറക്റ്റിംഗ്. നാലാമതായി, ഇറ്റ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഡയറക്റ്റിംഗ് മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ബിക്കോസ് മാനേജേഴ്സ് ക്യാൻ ഡയറക്റ്റ് ദ സബോർഡിനേറ്റ്സ്. ഒരു മാനേജർ തൻ്റെ കീഴ്ജീവനക്കാരെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്ന ഒന്നാണ്. അഞ്ചാമതായി, ഡയറക്റ്റിങ്ങിൽ ഹ്യൂമൻ എലമെൻ്റ് പ്രധാനപ്പെട്ടതാണ്. ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ ജീവനക്കാരെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഹ്യൂമൻ എലമെൻ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. തുടർന്ന് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ക്ലാരിഫൈസ് ദ വർക്ക്. ഇഫ് എ സൂപ്പർവൈസർ ഗൈഡ്സ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ക്ലാരിഫൈസ് ദർ ഡൗട്ട്സ് in performing a task, it will help the workers to achieve work targets given to him.
ചെയ്യേണ്ട പ്രവർത്തികൾക്ക് ഒരു വ്യക്തത നൽകുന്ന ഡയറക്റ്റിംഗ് ആണ്. ഒരു സൂപ്പർവൈസർ വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നൽകിയെങ്കിൽ മാത്രമേ കീഴ് ജീവനക്കാരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും അതിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുകയുമുള്ളൂ. സോ ഡയറക്റ്റിംഗ് ക്ലാരിഫൈസ് ദ വർക്ക്. Secondly, directing integrates efforts. Directing integrates employees' efforts in the organization in such a way that every individual efforts contribute to the organizational performance. ഡയറക്റ്റിങ്ങിലൂടെ എല്ലാ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഡയറക്റ്റിംഗ് ഇൻ്റഗ്രേറ്റ്സ് ദ എഫേർട്സ് ഓഫ് വേരിയസ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. The third point is that directing realize full potential. Directing aids employees to fully realize their potential and capabilities and providing effective leadership. ജീവനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടും അവർക്ക് ഫലവത്തായ നേതൃത്വം നൽകിക്കൊണ്ട് ജീവനക്കാരുടെ ശേഷിയും തിരിച്ചറിഞ്ഞ് ലക്ഷ്യങ്ങൾ ഫലവത്തായിട്ട് നേടിയെടുക്കാൻ സഹായിക്കുന്നു. ജീവനക്കാർക്ക് പ്രചോദനം നൽകിക്കൊണ്ടും അവർക്ക് വേണ്ട നേതൃത്വം നൽകിക്കൊണ്ടും അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റിംഗ് ഏറെ സഹായകരമാണ്. നാലാമതായി, ഡയറക്റ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ. Effective directing helps to reduce resistance to change and required cooperation in introducing changes in the organization. സ്ഥാപനത്തിൽ മാറ്റങ്ങൾ പലപ്പോഴും ജീവനക്കാരിൽ നിന്ന് എതിർപ്പിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഇഫക്റ്റീവ് ഡയറക്റ്റിങ്ങിലൂടെ ജീവനക്കാരുടെ സഹകരണം ഉറപ്പാക്കി സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. അഞ്ചാമതായി, സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ സിൻസ് ഇറ്റ് ഫോസ്റ്റേഴ്സ് കോഓപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എമംഗ് ദ എംപ്ലോയീസ്. ഫലവത്തായി ഡയറക്റ്റിംഗ് നടപ്പിലാക്കുന്നതിലൂടെ സ്ഥാപനത്തിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ജീവനക്കാരുടെ പൂർണ്ണ സഹകരണവും സ്ഥാപനത്തിനോടുള്ള കൂറും വിശ്വസ്തയും സ്ഥാപനത്തിന് സ്ഥിരത കൈവരിക്കാൻ ഉപകരിക്കുന്നു. അടുത്തതായി, ഡയറക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് കാണാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒന്നാമതായി, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഡയറക്റ്റിംഗ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ടു കോൺട്രിബ്യൂട്ട് ദർ മാക്സിമം എഫേർട്ട്. ഈ തത്വമനുസരിച്ച് ഡയറക്റ്റിംഗ് ഊന്നൽ നൽകേണ്ടത് ജീവനക്കാരിൽ നിന്നും അവരുടെ വ്യക്തിപരമായ മാക്സിമം എഫേർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി, harmony of objectives. The second principle in directing is the harmony of objectives. ലക്ഷ്യങ്ങളുടെ അനുരഞ്ജനം ആണ് അനിവാര്യമായിട്ടുള്ളത്. Directing helps to remove the conflict between employees' objectives and organizations' objectives. ഡയറക്റ്റിങ്ങിലൂടെ ജീവനക്കാരുടെ ലക്ഷ്യവും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും തമ്മിലുള്ള ഒരു അനുരഞ്ജനമാണ് സാധ്യമാക്കേണ്ടത്. ജീവനക്കാരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഹയർ സാലറിയും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ഹയർ എഫിഷ്യൻസിയും റീകൺസിൽ ചെയ്തുകൊണ്ടായിരിക്കണം ഡയറക്റ്റിംഗ്
നിർവഹിക്കപ്പെടേണ്ടത്. മൂന്നാമതായി യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫയോളിൻ്റെ ആജ്ഞ ഐക്യം എന്നുള്ള തത്വം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റിങ്ങിലും ഈ പ്രിൻസിപ്പിളിന് പ്രാധാന്യമുണ്ട്. വൈൽ ഗിവിംഗ് ഡയറക്ഷൻസ് ഓൾ സുപ്പീരിയേഴ്സ് മസ്റ്റ് ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു കീഴുദ്യോഗസ്ഥന് തൊട്ടുമുകളിലായി ഒരു മേലുദ്യോഗസ്ഥനെ പാടുള്ളൂ എന്നുള്ള തത്വം ഇവിടെയും പാലിക്കപ്പെടേണ്ടതുണ്ട്. നാലാമതായി അപ്രോപ്രിയേറ്റ്നെസ്. Appropriate technique of direction should be adopted by the superiors. For example, some employees may motivated by monetary benefits, but some others are not motivated by such monetary benefits. അനുയോജ്യമായിട്ടുള്ള ഡയറക്റ്റിംഗ് ടെക്നിക്കുകൾ വേണം പ്രയോജനപ്പെടുത്താൻ. ഉദാഹരണമായി, ചില ജീവനക്കാർക്ക് പണപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ അവരെ പ്രചോദിപ്പിക്കാൻ കഴിയും. എന്നാൽ മറ്റു ചില ജീവനക്കാരെ ആവട്ടെ പണപരമായ ആനുകൂല്യങ്ങളല്ല, അംഗീകാരമോ പ്രമോഷനോ പോലുള്ള കാര്യങ്ങളായിരിക്കാം അവരെ പ്രചോദിപ്പിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളിലും ഓരോ തരം ജീവനക്കാരിലും അനുയോജ്യമായിട്ടുള്ള മാർഗനിർദ്ദേശ തന്ത്രങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഈ തത്വം അനുശാസിക്കുന്നത്. അഞ്ചാമതായി മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓൾ ലെവൽസ് ഡയറക്ഷൻ മോർ ഇഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ അവിടെ ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ് സാധ്യമാകുകയുള്ളൂ. ആറാമതായി യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്. മാനേജേഴ്സ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഫോർ ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ്. ഇൻഫോർമൽ ഓർഗനൈസേഷനുകളുടെ പോസിറ്റീവ് വശങ്ങൾ ഇഫക്റ്റീവ് ഡയറക്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാനേജർമാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അനൗപചാരിക സംഘടനകൾ മാനേജർമാർക്ക് ഡയറക്റ്റിംഗ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഏഴാമതായി റോൾ ഓഫ് ലീഡർഷിപ്പ്. മാനേജേഴ്സ് ഷുഡ് എക്സസൈസ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് while directing the subordinates. ലീഡർഷിപ്പ് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിൽ മാനേജർമാരെ സഹായിക്കുന്ന ഒന്നാണ്. ഇഫക്റ്റീവ് ലീഡർഷിപ്പിലൂടെ മാനേജർമാർക്ക് പ്രോപ്പറായിട്ട് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എട്ടാമതായി ഫോളോ അപ്പ്. ഡയറക്റ്റിംഗ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എട്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഫോളോ അപ്പ്. Follow-up must be there in the organization to ensure that the instructions are strictly followed. നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, അവ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അനുധാവനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഫോളോ അപ്പ് ആക്ടിവിറ്റി ഡയറക്റ്റിങ്ങിൻ്റെ വിജയത്തിന് അനിവാര്യമാണെന്നാണ് ഈ തത്വം ഓർമ്മിപ്പിക്കുന്നത്. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ് നമ്മളിനി വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഡയറക്റ്റിങ്ങിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണുള്ളത്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 ഘടകങ്ങളെക്കുറിച്ചും വിശദമായിട്ട് തുടർന്നുള്ള സെഷനുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് സൂപ്പർവിഷൻ? The term supervision can be understood in 2 ways. സൂപ്പർവിഷൻ എന്നുള്ള വാക്ക് മാനേജ്മെൻറ്റിൽ 2 അർത്ഥതലത്തിൽ ഉപയോഗിക്കാറുണ്ട്. Firstly, it can be understood as an element of directing. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഒരു ഘടകം എന്ന നിലയിൽ എല്ലാ മാനേജർമാരും നിർവഹിക്കുന്ന ഒരു കർത്തവ്യമായിട്ട് സൂപ്പർവിഷൻ നമുക്ക് കാണാം. രണ്ടാമതായി, സൂപ്പർവിഷൻ ആസ് എ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ സൂപ്പർവൈസേഴ്സ് ഇൻ ദ ഓർഗനൈസേഷണൽ ഹൈറാർക്കി.
സൂപ്പർവൈസർമാർ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ സൂപ്പർവിഷനെ കാണാം. അല്ലെ ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ചിന്താഗതിയിൽ സൂപ്പർവിഷൻ being an element of directing every manager in the organization supervises his subordinates. ഒന്നാമത്തെ ചിന്താഗതിയിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജർമാരും പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അതായത് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ പാർട്ടായിട്ട് എല്ലാ മാനേജർമാരും നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമാണ് സൂപ്പർവിഷൻ. Supervision can be understood as the process of guiding the efforts of employees and other resources to accomplish the desired objectives. സ്ഥാപനത്തിൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജീവനക്കാരെയും എല്ലാ റിസോഴ്സസിനെയും ഗൈഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇവിടെ സൂപ്പർവിഷനെ വീക്ഷിക്കുന്നത്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും സൂപ്പർവിഷൻ അപ്പോൾ പ്രസക്തമായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ചിന്താഗതിയിൽ സൂപ്പർവിഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ ഫങ്ഷൻ ടു ബി പെർഫോംഡ് ബൈ സൂപ്പർവൈസർ, എ മാനേജീരിയൽ പൊസിഷൻ അറ്റ് ദ ഓപ്പറേറ്റീവ് ലെവൽ. രണ്ടാമത്തെ ചിന്താഗതിയിൽ സൂപ്പർവിഷനെ സൂപ്പർവൈസറുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോവർ ലെവൽ മാനേജേഴ്സ് മാത്രം പെർഫോം ചെയ്യേണ്ട ഒന്നാണ് സൂപ്പർവിഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്താഗതി. ദ ഫങ്ഷൻസ് ഓഫ് ദ സൂപ്പർവൈസർ ആർ വൈറ്റൽ ടു എനി ഓർഗനൈസേഷൻ ബിക്കോസ് ഹീ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് വർക്കേഴ്സ്. വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കർത്തവ്യം എന്ന നിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻ ദിസ് സെൻസ് സൂപ്പർവൈസർ ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സൂപ്പർവിഷൻ്റെ രണ്ടാമത്തെ ചിന്താഗതി അനുസരിച്ച് ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് വർക്കേഴ്സിനെ മാനേജ്മെൻറ്റിനും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്കാണ്. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും സൂപ്പർവിഷനെ ഒരു എലമെൻ്റ് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷനായിട്ടാണ് കാണുന്നത്. എല്ലാ ലെവലിലുള്ള മാനേജർമാരും പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി തന്നെയാണ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോണ്ടാക്റ്റ് വിത്ത് ദ വർക്കേഴ്സ്. സൂപ്പർവൈസേഴ്സ് നേരിട്ട് വർക്കേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നവരെന്ന നിലയിൽ സൂപ്പർവിഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. രണ്ടാമതായി ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെൻറ്റിനെയും എംപ്ലോയീസിനെയും കണക്ട് ചെയ്യുന്ന നിലയിൽ സൂപ്പർവിഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. തേർഡ്ലി സൂപ്പർവിഷൻ മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റി. ജീവനക്കാരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ സഹായിക്കുന്നുണ്ട്. ഫോർത്തിലി ഡയറക്റ്റിംഗ് എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക്. ജോലികൾ യഥാസമയത്ത് പൂർത്തീകരിക്കുന്നതിൽ സൂപ്പർവിഷന് നിർണായക പങ്കുണ്ട്. മോറോവർ സൂപ്പർവിഷൻ പ്രൊവൈഡ്സ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ തൊഴിലിടത്ത് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസേഴ്സിന് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ലീഡ് ചെയ്ത് ആ രീതിയിൽ കൂടുതൽ സ്വാധീനിക്കാൻ ഒരു സൂപ്പർവൈസർക്ക് കഴിയും, അല്ലെങ്കിൽ സൂപ്പർവിഷനിലൂടെ ജീവനക്കാരെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും. മോറോവർ സൂപ്പർവിഷൻ പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. യഥാസമയത്തുള്ള കൃത്യമായ പ്രതികരണം ജീവനക്കാരുടെ മേലുദ്യോഗസ്ഥർക്ക് കീഴ് ജീവനക്കാരുടെ പ്രതികരണങ്ങൾ യഥാസമയത്ത് ലഭിക്കുന്നതിന് സൂപ്പർവിഷൻ സഹായകരമാണ്. These all are the points of importance of supervision.